ഈ വീഡിയോയിൽ നമ്മൾ ഗ്രീഡി അൽഗോരിതം അത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു നാപ്സാക്ക് പ്രോബ്ലം സോൾവ് ചെയ്യണത് എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണേക്ക് മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചാനൽ 500 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് തന്ന ഒരു സപ്പോർട്ടിന് ഞാൻ വളരെയധികം താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഇനിയും ഞാൻ വീഡിയോസ് ചെയ്യാൻ ഇത് എനിക്കൊരു മോട്ടിവേഷൻ ആവുകയും ചെയ്യും. അതേപോലെ ഞാൻ കുറേയും കൂടെ ഇമ്പ്രൂവ് ചെയ്യാനും നോക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് വരാം. ഗ്രീഡി അൽഗോരിതം എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഗ്രീഡി അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ റിയൽ ലൈഫായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയൊരു അൽഗോരിതമാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ ലൈഫിൽ ഒരുപാട് നല്ല സിറ്റുവേഷൻസും ചീത്ത സിറ്റുവേഷൻസും വരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് സിറ്റുവേഷൻസ് വന്നാലും എപ്പോഴും നമ്മൾക്കുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളതാണ് നമ്മൾ എന്താ പറയുക ചെക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഇതാണൊരു നല്ല ഓപ്ഷൻ, ഇത് ചെയ്താൽ നമുക്ക് നല്ലത് കിട്ടും എന്നുള്ളൊരു അസംഷനിൽ നമുക്ക് ഉള്ള ചോയ്സിൽ നിന്ന് ഏറ്റവും നല്ലൊരു ചോയ്സ് എടുക്കും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഗ്രീഡി അൽഗോരിതം. ഗ്രീഡി അൽഗോരിതം എപ്പോഴും ഒരു ഹോപ്പ് വയ്ക്കും, അതായത് താൻ എടുക്കുന്ന ചോയ്സ് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് തരണേ എന്നുള്ളൊരു അസംഷനാണ് ഗ്രീഡി അൽഗോരിതം എടുക്കുന്നത്. അപ്പോൾ അതാണ് ഗ്രീഡി അൽഗോരിതം. ഇനിയിപ്പോൾ നമുക്ക് നാപ്സാക്ക് പ്രോബ്ലത്തിൻ്റെ ഒരു റീക്യാപ്പ് പോലെ ഞാൻ പറയാം. ഞാനിത് ഓൾറെഡി ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൻ്റെ വീഡിയോയിൽ നാപ്സാക്ക് പ്രോബ്ലം എന്താണെന്നുള്ളത് ചെറുതായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ 0-1 നാപ്സാക്ക് പ്രോബ്ലം ആണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ ഗ്രീഡി അൽഗോരിതം വെച്ച് ചെയ്യുമ്പോൾ ഫ്രാക്ഷണൽ നാപ്സാക്ക് പ്രോബ്ലം ആയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളും ഞാൻ ലാസ്റ്റ് ഞാൻ പറയാം. അപ്പോൾ നാപ്സാക്ക് പ്രോബ്ലത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ഓരോ ഐറ്റത്തിന് ഓരോ വെയിറ്റ് ഉണ്ടാവും, പ്രോഫിറ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് ഐറ്റംസ് പിക്ക് ചെയ്യാനുള്ള ഒരു ബാഗ് അല്ലെങ്കിൽ ഒരു നാപ്സാക്ക് ഉണ്ടാവും. ആ നാപ്സാക്കിനൊരു മാക്സിമം വെയിറ്റ് കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മളുടെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു നാപ്സാക്ക് കപ്പാസിറ്റിക്കകത്ത് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാവുന്ന രീതിയിൽ ഈ ഐറ്റംസ് പിക്ക് ചെയ്യണം. അതാണ് നമ്മളുടെ ആ ഒരു ഗോള്. അപ്പോൾ ഗ്രീഡി അൽഗോരിതം വെച്ചിട്ട് നാപ്സാക്ക് പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു അപ്രോച്ച് പറയാം. ഇത് 0-1 നാപ്സാക്കിനേലും വളരെ ഈസിയാണ്. പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ചെയ്തെത്തിക്കാൻ പറ്റുന്നൊരു പ്രോബ്ലമാണ്. അപ്പോൾ അപ്രോച്ച് പറയുകയാണെങ്കിൽ 3 സ്റ്റെപ്സ് ആണ്. ഒരെണ്ണം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് വെയിറ്റ് റേഷ്യോ ഓരോ ഐറ്റത്തിന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് ഓരോ ഐറ്റത്തിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പ്രോഫിറ്റിനെ വെയിറ്റ് വെച്ചിട്ട് കറസ്പോണ്ടിങ് ഐറ്റത്തിൻ്റെ വെയിറ്റും പ്രോഫിറ്റും തമ്മിൽ ഡിവൈഡ് ചെയ്യുക, അതായിരിക്കും അതിൻ്റെ റേഷ്യോ. അങ്ങനെ നമുക്ക് ഈ റേഷ്യോ എല്ലാത്തിൻ്റെയും നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഈ റേഷ്യോ ഡിസെൻഡിങ് ഓർഡറിൽ വെച്ചിട്ട് ഐറ്റം സോർട്ട് ചെയ്യണം. അതായത് ഏറ്റവും കൂടുതൽ റേഷ്യോ ഉള്ളത് ഏറ്റവും ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് നമ്മൾ റീസോർട്ട് ചെയ്യണം. ഈ സോർട്ട് ചെയ്തേന്ന് നമ്മൾ സോർട്ടിങ്ങിൽ ഫസ്റ്റ് വന്നത് ഏതാണോ അങ്ങനെ നമ്മൾ ഓരോ ഐറ്റം നാപ്സാക്കിൽ നിന്ന് ആഡ് ചെയ്ത് പോകണം. അതും നാപ്സാക്ക് ഫുള്ളാവുന്ന വരയ്ക്കും. അപ്പോൾ ഫുള്ളാവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും നമ്മുടെ നാപ്സാക്കിൽ പിന്നെ ഒരു ഐറ്റം കയറാൻ ഒരു ബുദ്ധിമുട്ട് വരും. അന്നേരം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഒരു ഐറ്റത്തിൻ്റെ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും നമ്മൾ എടുക്കുക. അതായത് ഇപ്പോൾ 0-1 പ്രോബ്ലത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഐറ്റം നാപ്സാക്കിൽ കയറ്റാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കും. പക്ഷെ ഇതിൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ ഒരു പൊടിക്ക് സ്ഥലം നാപ്സാക്കിലുണ്ടെങ്കിൽ അത്രയും ഭാഗം മാത്രമായിട്ട് നാപ്സാക്കിൽ കയറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അത് കയറ്റുകയും ചെയ്യും. അതാണ് ഫ്രാക്ഷണൽ നാപ്സാക്കും 0-1 നാപ്സാക്കും തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ 2022 എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. 5 മാർക്കിനാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാപ്സാക്കിൻ്റെ മാക്സിമം കപ്പാസിറ്റി 40 ആണ്. പിന്നെ നമുക്ക് 4 ഐറ്റം ഉണ്ട്. ഓരോ ഐറ്റത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റും പ്രോഫിറ്റും ഉണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് എന്നുള്ള രീതിക്ക് ഒരു റേഷ്യോ എല്ലാ ഐറ്റത്തിനും കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്. പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഡയറക്റ്റ് ഇക്വേഷനാണ്. അങ്ങനെ ഞാൻ ഓരോ ഐറ്റത്തിൻ്റെയും റേഷ്യോ ഇവിടെ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം ആൻസേഴ്സ് കിട്ടും.
അങ്ങനെ എല്ലാത്തിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ഈ റേഷ്യോനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണ് ചെയ്യണത്. അപ്പോൾ ഐറ്റം 3 ഫസ്റ്റ് വരും, എന്നിട്ട് 4 വരും, അങ്ങനെ ആ ഒരു ഓർഡറിൽ കയറി വരും. ഇപ്പോൾ ഇവിടെ ഞാനത് ഡിസെൻഡിങ് ഓർഡറിൽ മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഐറ്റം 3 ഫസ്റ്റ് വന്നിട്ടുണ്ട്, 4 സെക്കൻഡ്, തേർഡ് ഐറ്റം ആയിട്ട് വന്നത് ഐറ്റം നമ്പർ 2 ആണ്, പിന്നെ ലാസ്റ്റ് വന്നത് ഐറ്റം നമ്പർ 1. അങ്ങനെ നമ്മൾ ആ റേഷ്യോ അനുസരിച്ചിട്ട് ഡിസെൻഡിങ് ഓർഡറിൽ ഇത് സോർട്ട് ചെയ്തു. ഇനി സോർട്ട് ചെയ്തണ ഓർഡറിൽ നമുക്ക് ഈ നാപ്സാക്കിലേക്ക് ഐറ്റത്തെ ആഡ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വന്നിട്ടുള്ളത് ഐറ്റം എന്ന് പറഞ്ഞാൽ ഐറ്റം നമ്പർ 3 ആണ്. അപ്പോൾ ഐറ്റം നമ്പർ 3 നമ്മൾ ഫസ്റ്റ് നാപ്സാക്കിലേക്ക് ആഡ് ചെയ്ത്, നാപ്സാക്കിലേക്ക് ആഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് ആഡ് ചെയ്യുന്ന ഐറ്റത്തിൻ്റെ വെയിറ്റ് ടോട്ടൽ കപ്പാസിറ്റിയിൽ നിന്ന്, നാപ്സാക്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റിയിൽ നിന്ന് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്ത് പോകണം. അങ്ങനെയാണ് നമ്മൾ റിമൈനിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കേണ്ടത്. അതനുസരിച്ചാണ് നമ്മൾ ബാക്കി ഐറ്റംസ് കയറ്റുമ്പോൾ അതനുസരിച്ചിട്ട് കപ്പാസിറ്റി നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഐറ്റം 3യുടെ വെയിറ്റ് 10 ആണ്. അപ്പോൾ നമ്മളുടെ നാപ്സാക്കിൽ ഇതുവരെയായിട്ട് ഒരു ഐറ്റം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി ആയത് 40 ആണ്. 40ൽ നിന്ന് നമ്മൾ 10 മൈനസ് ചെയ്ത് അപ്പോൾ റിമൈനിങ് കപ്പാസിറ്റി 30 ആയിട്ട് കിട്ടി. ഇനി അതേപോലെ തന്നെ ഇനി ഐറ്റം 4 നമ്മൾ ആഡ് ചെയ്യാണ്. ഐറ്റം 4ൻ്റെ വെയിറ്റ് 15 ആണ്. ഐറ്റം 4 ആണ് നമ്മുടെ സെക്കൻഡ് പൊസിഷനിൽ വന്നത്, അതുകൊണ്ടാണ് അത് കയറ്റുന്നത്. അപ്പോൾ ഐറ്റം 4 കയറ്റണ നേരത്ത് റിമൈനിങ് കപ്പാസിറ്റി ഇപ്പോൾ നാപ്സാക്കിൽ ഇനി ബാക്കിയുള്ള സ്പേസ് 30 ആണ്. അപ്പോൾ 30ൽ ഇനി ഇതും കൂടെ കയറ്റുമ്പോൾ 30ൽ നിന്ന് 15 കുറയ്ക്കണം. അപ്പോൾ ഇനി ആകപ്പാടെ 15 ആണ് റിമൈനിങ് കപ്പാസിറ്റി ഉള്ളത്. അങ്ങനെ നമ്മുടെ ഐറ്റം 4ഉം കയറ്റി. ഇനി ഐറ്റം 2 ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഐറ്റം 2 ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഐറ്റം 2ൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നാപ്സാക്കിൽ ഇനി ആകപ്പാടെ കൊള്ളുന്നത് 15 വരെ കയറത്തുള്ളൂ, 25 കയറത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബാഗിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാപ്സാക്കിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഫ്രാക്ഷണൽ നാപ്സാക്കിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ കയറി വരുന്നത്. ഇപ്പോൾ 01 നാപ്സാക്കിലാണെങ്കിൽ നമ്മൾ ഈ ഐറ്റം നമ്പർ 2 ആഡ് ചെയ്യത്തില്ല, ഐറ്റം നമ്പർ 4 വരെ ആഡ് ചെയ്തിട്ട് ആ പരിപാടി അവിടെ കൊണ്ട് നിർത്തും. പക്ഷെ ഇവിടെ ഫ്രാക്ഷണൽ നാപ്സാക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരു ഫ്രാക്ഷണൽ പ്രോഫിറ്റ് ഈ ഒരു ഐറ്റം നമ്പർ 2 എന്ന് എടുക്കാം. അതായത് ഐറ്റം നമ്പർ 2ൻ്റെ ഒരു ചെറിയ പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ആ ഒരു ഐറ്റം നമ്പർ 2ൻ്റെ ടോട്ടൽ വെയിറ്റ് 25 ആണ്. അതേപോലെ നാപ്സാക്കിന് ഇനി റിമൈനിങ് ആയിട്ടുള്ളത് 15 ആണ്. അപ്പോൾ 15ൻ്റെ ആ കപ്പാസിറ്റി, നാപ്സാക്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി മാക്സിമം വരെ നമ്മൾ ഈ ഐറ്റം നമ്പർ 2നെ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഞാൻ അവിടെ ഒരു ഫ്രാക്ഷണൽ പ്രോഫിറ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നാപ്സാക്കിൻ്റെ വെയിറ്റ്, അതായത് ബാലൻസ് ഇനി എന്തോരമാണ് റിമൈനിങ്, അത് 15 ആണ്. 15 ഡിവൈഡഡ് ബൈ നമ്മുടെ ഐറ്റത്തിൻ്റെ ടോട്ടൽ വെയിറ്റ് 25. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 25 ചെയ്തിട്ട് അതിനെ നാപ്സാക്കിൻ്റെ ഇനിഷ്യലി ഉണ്ടായിരുന്ന വെയിറ്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മുന്നേ നാപ്സാക്കിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 40 ആണ്. അപ്പോൾ അതും വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ഒബ്റ്റെയിൻ ചെയ്യും. അതായത് ഐറ്റം നമ്പർ 2ൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് നമ്മൾ എടുക്കുമ്പോൾ കിട്ടാവുന്ന മാക്സിമം പ്രോഫിറ്റ് 24 ആണ്. അങ്ങനെ നമ്മൾ ഐറ്റം നമ്പർ 2 പാർഷ്യലി ഈ ഒരു ബാഗിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു നാപ്സാക്കിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത്. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ബാഗിൻ്റെ അകത്തുള്ള ഐറ്റത്തിൻ്റെ പ്രോഫിറ്റ് മൊത്തത്തിൽ കൂട്ടിയാൽ മതി. അപ്പോൾ ഐറ്റം 3 നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്ത്, അതുകൊണ്ട് 35 പ്ലസ് ചെയ്യും. പിന്നെ ഐറ്റം നമ്പർ 4 നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്ത്, അപ്പോൾ 35 പ്ലസ് 45 ആയി. ഇനി ഐറ്റം നമ്പർ 2 നമ്മൾ പകുതിയെ കയറ്റിയിട്ടുള്ളൂ, ഒരു ഫ്രാക്ഷനെ കയറ്റിയിട്ടുള്ളൂ. അപ്പോൾ ആ ഫ്രാക്ഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ 35 പ്ലസ് 45 പ്ലസ് 24 മൊത്തം ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് 104. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതേപോലെയാണ് ഫ്രാക്ഷണൽ നാപ്സാക്ക് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്.